കണ്ടാ. നമസ്കാരം. സൊഫൈൻ കെന്നൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണത്തിന്റെ ഓഫർ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ 5000-ന്റെ കൂപ്പൺ നമുക്ക് ഒരു 2-3 ദിവസം കൂടി ഉള്ളൂ കേട്ടോ ഈ കൂപ്പണൊക്കെ എടുക്കുന്ന പരിപാടികൾ. അപ്പോൾ ഓണത്തിന്റെ ഇവിടെ നമ്മുടെ പുലിക്കളിയോടുകൂടി ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഓണമൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ഓണത്തിന്റെ കൂപ്പൺ കൊടുക്കണ പരിപാടി അവസാനിക്കണല്ലോ കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മാസം കൂടി സമയം നെക്സ്റ്റ് മന്ത് കൂടി പറഞ്ഞിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കുറച്ച് പേർക്ക് കൂപ്പൺ വെച്ചിട്ട് പട്ടിക്കുട്ടീനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കൊടുക്കാനുള്ള പട്ടിക്കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിലുള്ള പട്ടിക്കുട്ടികളൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 2 ബുൾ മാസ്റ്റിഫ് അവിടെ അയച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അടുവ മെയിലും ഫീമെയിലും. ബെൽറ്റ് ഉള്ളത് ഫീമെയിൽ കേട്ടോ. ഫീമെയിൽ. ഓ എടാ മണ്ണ് കുഴിക്കാണ്. നോക്കിയേ എത്തൊക്കെ മണ്ണായിണ്ടല്ലേടാ. ഇത് ഫീമെയിൽ. ഒരു നടത്തത്തിനൊക്കെ ഒരു പ്രത്യേകത. പുലി സിംഹം നടക്കണ പോലെയാണ്. ലയൺ വാക്കിംഗ് എന്ന് പറയാ. നമ്മുടെ അഡൽട്ട് ഹസ്കികൾ കേട്ടോ. കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ നമ്മൾ കുറച്ചധികം നേരം കാണിച്ചിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തപ്പോൾ പെട്ടെന്ന് കയറ്റി അത് കുറേ പേരെ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഡൽട്ട് മെയിലും ഫീമെയിലൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ പപ്പീസുകൾ ഹസ്കി ഇപ്പം നമ്മുടെ ഹസ്കി പപ്പിയും ഷിറ്റ്സ് പപ്പിയും മാത്രമേ ഉള്ളൂ കേട്ടോ പപ്പീസുകളിൽ. പിന്നെ ഡോബർമാൻ ലിറ്ററൈൻഡ് അതൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹസ്കികളെല്ലാവരും ഒരുമിച്ച് അയച്ചു വിട്ടു എന്നുള്ള ബുൾ മാസ്റ്റിഫിനെ വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കി ബാക്സിന് ഓണായിട്ട് ഹൗസ്ഫുള്ളാണ് കേട്ടോ. ഈ ലാബ് പപ്പീനെ ആരും മേടിച്ചിട്ടില്ല കേട്ടോ. നല്ല സൂപ്പർ ഫീമെയിൽ പപ്പി കണ്ട. സ്ട്രോങ് പപ്പി എന്ന് പറയില്ലേ. ഇത് ബോർഡിങ് കേട്ടോ. കുറെ പേര് ബോർഡിങ് വന്നിട്ട് ഇപ്രാവശ്യം. ഇത് കണ്ട കറുത്ത ലാബ് ഫീമെയില്. എടാ മോനെ റാണ. ലാറ കിടക്കണ്ട കേട്ടാ. ലാറയുടെ കൂട്ടില് നമ്മൾ മറ്റേ ഫ്ലോർ ഇങ്ങോട്ട് മാറ്റി കണ്ട. നമ്മൾ കൂട്ടില് ഇങ്ങനത്തെ ഫ്ലോറാണ് കേട്ടോ നമ്മൾ കൂടുകളിൽ ഉപയോഗിക്കുന്നത് കണ്ട. നമ്മുടെ അവിടെ ഇനി അത് മാക്സിമം കിട്ടാറുള്ളൂ. പിന്നെ വേറെ കുറവാണ് ആൾക്കാർ. പിന്നെയുള്ളതൊക്കെ വേറെ ടൈപ്പ്. അതൊക്കെ വില കുറവിൻ്റെ. ഇതാകുമ്പോൾ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിൽ നിന്നോളൂ. ഇവന്റെ കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. ഇവളുടെ കൂട്ടിൽ നമ്മളത് റബ്ബറിന്റെ ഷീറ്റാക്കി കണ്ട. റബ്ബറിന്റെ ഷീറ്റ് എന്ന് വെച്ചില്ലേ ഇവള് ചാടലും മതിയും കാരണം കൊണ്ടാണ് ഇവളെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് അങ്ങനെ ആക്കിയത്. പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബോർഡിങ് നമ്മുടെ കട്ടപ്പ ഗുണ്ടപ്പ. അപ്പൊ സുഖമായിട്ട് കിടക്ക. ഗുണ്ടപ്പേനെ കുറച്ച് നേരത്തെ അയച്ചു വിടുന്ന വീഡിയോ ഉണ്ട്. ബീഗിൾ ഫീമെയിൽ പപ്പി കേട്ടാ. ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം രണ്ടുപേര്. ചങ്സ് രണ്ടുപേര്. എന്താ
മെയിലാണ് കേട്ടോ, വൈറ്റ് ഹസ്കി മെയില്. ചുട്ടുവാ പപ്പീസ് കുറവാണ് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ബ്രീഡിങ്. ഇനിയിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പുതിയത്. ഹസ്കി ഷിറ്റ്സ് ആണ് ഇപ്പൊ ഉള്ളത്. റാംബോന്റെ മോൻ. ഇത് ബോർഡിങ് വന്നിട്ടുള്ളതാണ്. രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് ഇപ്പൊ വന്നിട്ടുണ്ട്, തൃശ്ശൂര് മുളയം ഭാഗത്തുനിന്ന്. അതെ പോമറേനിയൻസിൽ പ്രായമായിട്ടുള്ള കേട്ടോ. പിന്നെ ഇത് വേറെ കുരിയച്ചിറയിന്ന് വന്നിട്ടുള്ളതാണ്, ഒരു ഡോക്ടറുടെ. ഇത് വേറെ ബോർഡിങ്. ബോർഡിങ് കാരണം കൊണ്ട് ഇവനാ ഈ കൂട്ടിൽ ഇട്ടുണ്ടായിരുന്ന. ഇതിൽ നിന്ന് അപ്പനെയും മോനെയൊക്കെ ഒരു കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ. കണ്ടാ, ഓ എന്തൊരു സ്നേഹം. സെമി ഒരു 4 മാസം പ്രായമുള്ള ഹസ്കീനൊക്കെ മേടിക്കാൻ നല്ല വില വരും. ആഗ്രഹമുള്ളവർക്ക് മേടിക്കാട്ടോ. പക്ഷെ നമുക്ക് കൊടുക്കണമെന്ന് താല്പര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കണ്ട നിർബന്ധിക്കാത്ത. ഇവിടെ നിക്കട്ടെന്നേ, ഇടുകാച്ചി സാധനമായിട്ട് വരട്ടെ. ഇവിടെയുള്ള ആൾക്കാരെ രണ്ടുപേരും പുറത്തേക്ക് വിട്ടേക്കുന്നു. ബീഗിൾ കുട്ടന്മാര്, ബുൾമാസിഫ്, ഇവിടെയൊക്കെ പുറത്തേക്ക് ക്രോസ് ചെയ്യാനുള്ളതാണ്. ഡ്യൂഡാ ഡ്യൂഡ്. ഏറ്റവും പ്രായം കൂടിയ ഹസ്കീനെ ചേട്ടാ. അതെ, ഇതാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഹസ്കീറ്റാ. ഒരു 10-11 വയസ്സിന് മുകളിൽ വെള്ള ഹസ്കി ഫീമെയില്. ഇവിടെ വല്ലവരും ഉണ്ടോ? ആ, ഒരാളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി മുകളില് പ്രസവിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഫാമിന്റെ വ്യൂ ട്ടാ. നമ്മള് തൃശ്ശൂരാണ് കേട്ടാ. തൃശ്ശൂര് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടാ. സൊഫൈൻ കനാൽ ഡോഗ് ഫാം എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും, നമ്പറും എല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും കാണാം. നമ്മുടെ ഷിറ്റ്സ് പപ്പീസ് ഇട്ടാ, മെയില് മാത്രമല്ല കേട്ടോ. ഷിറ്റ്സ് പപ്പീസ് മെയില് മാത്രമല്ല, പിന്നെ ഫീമെയില് നമ്മുടെ കയ്യിൽ കഴിഞ്ഞിരിക്കുന്ന കേട്ടോ. ഉണ്ടോ, അടിപൊളി പപ്പീസ് ആണ് കേട്ടോ. നല്ല മാർക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇമ്പോർട്ട് പിടിക്കിട്ടാ. നമ്മുടെ പൂച്ച ഹസ്കി പപ്പീസ് തന്നെ മദറിന്റെ അടുത്തുനിന്ന് മാറ്റിയിട്ടൊക്കെ കേട്ടോ നമ്മള്. ഇത് 3 ഫീമെയിലാട്ടാ. ഇതിൽ മെയിലും ഫീമെയിലുണ്ട്. ഇതിലത്തെ ഒരു കുട്ടീനെയാണ്, 5 കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടീനെ ഈ വീഡിയോയില് കൊണ്ടുപോകുന്നത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടി വാട്ടർ ബോട്ടിൽ ഫിറ്റ് ചെയ്താണ്. പിന്നെ 2 ഷിറ്റ്സുവിന്റെ കുട്ടികളുണ്ട്. അത് വേറെ പുറത്തേക്ക് ഇറക്കി കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇരുട്ടായാലും ശരിക്കും കാണുന്നില്ല. ഷിറ്റ്സും ഹസ്കി മാത്രം ഇപ്പൊ പപ്പികളോട്ടോ നമ്മുടെ ശരിക്കും. ഇവിടെ എങ്ങനെയാ വെച്ചില്ലേ, പുറമേന്നൊന്നും മേടിച്ച് വിൽക്കണ പരിപാടി ഇല്ല. ഇവിടെ ഉള്ളത് മാത്രം വിൽക്കാൻ വേണ്ടാണ്ടിരിക്കുക. അതുകൊണ്ടാണ് പപ്പീസ് കുറവ് കേട്ടോ. വേറെ അവിടെ നിന്ന് മേടിച്ച് മറച്ചടിക്കുക വിൽക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് പപ്പീസ് കുറവ്. നമ്മൾ തൃശ്ശൂർ കടയിലെത്തിയിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കടയിലത്തെ ഓഫർ, നമ്മൾ കൂപ്പൺ കൊടുക്കുന്ന ആൾക്കാർക്ക് കടയിലും ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ഇതിലുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലത്തെ ലിങ്ക് ഉണ്ട്. യൂട്യൂബിൽ ഇതിന് കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാർണിവൽ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫുഡാട്ടോ. അത്യാവശ്യം
ഒരു കുഴപ്പമില്ലാത്ത ഒരു മീഡിയം റേഞ്ച് വിലയ്ക്കുള്ള ഒരു ഫുഡാണ്. അതിനും ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. പപ്പി ഉണ്ട്, അഡൽട്ടൊക്കെ ഉണ്ട് കേട്ടോ. ബെഡുകൾ കേട്ടോ, ബെഡ്. നേരെ തൃശ്ശൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ തൃശ്ശൂർ റൗണ്ട്. ഇവിടെ നിന്ന് ഒല്ലൂർ റോട്ടിൽ കൂടെ എറണാകുളം പോണ റൂട്ടില്ല. എറണാകുളത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഒല്ലൂർ കഴിഞ്ഞാൽ പിന്നെ പോവാം. അവിടെ നിന്ന് നമ്മുടെ ഹൈവേയിൽ തന്നെയാണ് കട കേട്ടോ. നമ്മുടെ ഹസ്കി ഫീമെയിൽ പപ്പീനെ കൊണ്ടുപോകും. എവിടെയാ സ്ഥലം? എവിടെയാ സ്ഥലം? കല്ലൂര്. കല്ലൂര് അല്ലേ? തൃശ്ശൂർ ആമ്പല്ലൂർ കല്ലൂർ അല്ലേ? പേര് അദ്വൈത്. അദ്വൈത് എന്ത് ചെയ്യണേ? ഷിപ്പിലാണ് വർക്ക് ചെയ്യണേ. ഷിപ്പില്. അപ്പൊ നമ്മളെ ഫീമെയിൽ പപ്പീനെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് ശരിക്കും ഒന്ന് കാണാം പപ്പീനെ. അടിപൊളി. വേറെ 2 ഗടികളുണ്ട്. പേര് ഷാൻജോ. സാൻജോ എന്താ ചെയ്യുന്ന? ഷിപ്പിൽ തന്നെയാ? മെക്കാനിക്കൽ ഡിപ്ലോമ അല്ലേ? ഇത് ഷൈവോൺ. എന്താ ചെയ്യുന്ന? ഡിഗ്രി കഴിഞ്ഞിരിക്കുക. എല്ലാവരും കല്ലൂര്. ആമ്പല്ലൂര് കല്ലൂര് അല്ലേ? ഓക്കെ. പേര് തീരുമാനിച്ചാ ഇല്ലല്ലോ? പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറഞ്ഞിട്ടൊക്കെ ഇടാണ്. അപ്പൊ ശരി. അപ്പൊ ഓക്കെ ശരി. നമ്മുടെ ഓഫറൊക്കെ അടിപൊളിയല്ലേ? ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയത് സൂപ്പർ ആയില്ലേ? നമ്മുടെ ഹസ്കി ഫീമെയിൽ പപ്പീനെ കൊണ്ടുവന്നു കേട്ടാ. എവിടെ സ്ഥലം? പെരുമ്പാവൂര്. പേര് സാമ്. അന്ന. എന്ത് ചെയ്യുന്നേ? കമ്പനിയില് വർക്ക് ചെയ്യാ? ഞാൻ അവിടെ ഒരു പമ്പിൽ മാനേജർ വർക്ക് ചെയ്യുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഓഫറൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തില്ലേ? പിന്നെ നമ്മുടെ പട്ടിക്കുട്ടിയുടെ ബെഡ് വരെ മേടിച്ചോണ്ട് കേട്ടോ. അടിപൊളി ബെഡ് റോയൽ കാൻ അത്യാവശ്യ സാധനങ്ങളൊക്കെ. പേര് വരെ ഇട്ടോണ്ട് അവിടുത്തെ പേര് എന്നിട്ട് പേരിട്ടാണ് ബ്ലൂ ഐസ് ബ്ലൂ എന്നാണ് പേര് കേട്ടാ. അപ്പൊ അടിപൊളിയായിട്ട് ഇരിക്കണ്ട്. പെരുമ്പാവൂർക്ക് 2 ദിവസം മുമ്പ് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയില് ഒരു വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. കാനഡയിൽ നിന്ന് ഒരു കുട്ടി പൈസ അയച്ചിട്ട് ആളുടെ അമ്മയുടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പെരുമ്പാവൂര് കൊണ്ടു കൊടുത്തു. ഇയാളുടെ സഹോദരങ്ങളെയാ? അല്ല, ഇതിന്റെ അല്ല, വേറെ ഇതാ. ഇയാളുടെ സഹോദരന് ഒരാളെ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നോ? കണ്ണൂർക്ക്. അത് ബസ് ഇതിലല്ലേ? ആ കണ്ണൂര് കൊടുത്ത് കഴിയണേറ്റ് മുമ്പോ പിമ്പോ ഉണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ ശരി. അപ്പൊ ഓക്കെ. മെയിൽ പപ്പി, വെള്ളയുടെ ആദ്യത്തെ മെയിൽ പപ്പി. പേര്? എന്റെ പേര് റൂബൻ. എവിടെ സ്ഥലം? മാറ്റാമ്പറം. നമ്മുടെ ആദ്യത്തെ കുട്ടീനെ ആളെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് ഇത് ഇവിടെ തന്നെയല്ലേ? തൃശ്ശൂർക്ക് തന്നെയല്ലേ? അപ്പൊ തൃശ്ശൂർക്ക് തന്നെയാണ് പോണത്. എന്ത് ചെയ്യണേ? പുറത്തു പോകാൻ വേണ്ടിയിരിക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ശരി. ഇത് സ്കൂട്ട് ഫ്രണ്ടിന്റെ പേര് അജയ്. എന്ത് ചെയ്യണേ? ഇത് കാരാ? ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരൻ. എത്രയല്ല പഠിക്കണേ? ഏത് സ്കൂളില്? കാൽഡിയൻ, തൃശ്ശൂര്. അവിടുന്ന് കുറച്ചാണ് നീങ്ങിട്ട് മിഷൻ കോട്ടേഴ്സിലേട്ടാ നമ്മുടെ ഷോപ്പുണ്ട്, കട. ഇത് കാരാ? പപ്പ. എന്ത് ചെയ്യണേ? ബിസിനസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നു അല്ലേ? പേര് സിബി അല്ലേ? ശരി ഓക്കെ. അപ്പൊ നമ്മുടെ ഓഫറൊക്കെ എടുത്തിട്ടില്ലേ? അപ്പൊ ഇനി നേരെ കടയിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് ഇതൊക്കെ കിട്ടും. അപ്പൊ അവിടെ നിന്ന് മേടിച്ചാൽ മതി. അപ്പൊ ശരി ഓക്കെ. നമ്മുടെ കൂപ്പൺ എങ്ങനെ എടുക്കണ്ടേന്നുള്ളത് നമ്മൾ ഒന്നും കൂടി പറയണ. നമ്മുടെ ഓണം ഓഫറിലെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളൊരു 10 പേർക്ക് ഷെയർ ചെയ്യുക. ഒരു 3, 4, 5 ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ 916 അവസാനിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ആ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് 5000ന്റെ കൂപ്പൺ കിട്ടൂട്ടാ. 5000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ. നമ്മൾ ഇവിടുന്ന് പട്ടിക്കുട്ടീനെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് 5000 രൂപ ഡിസ്കൗണ്ട് ആണ് കേട്ടോ. അത് കൂപ്പൺ കൊടുക്കുന്നത് നമ്മുടെ ഈ
ഒരു ഓണം അവസാനിക്കുന്നതോട് കൂടിയിട്ട് കഴിയണം കേട്ടോ. 4 ഓണം വരെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. അവിടെ ഞങ്ങളുടെ പുലിക്കളി കഴിയണം അന്നാണ് നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. അന്ന് രാത്രി 12 മണി വരെ നമ്മൾ കൂപ്പൺ കൊടുത്തിരിക്കും. കൂപ്പണിന് വേറെ പൈസ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ നമ്മുടെ വീഡിയോന്റെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്താൽ മതി. 10 പേർക്ക്. പിന്നെ 3, 4, 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ കിട്ടും. ആ ഗിഫ്റ്റ് കൂപ്പൺ നമുക്കിവിടെ പട്ടിക്കുട്ടീനെ മേടിക്കാൻ ഉപയോഗിക്കാം. 1 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ്. പിന്നെ നമ്മുടെ കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പട്ടിക്കുട്ടി ഉള്ള ആൾക്കാർ, ഡോഗ്സ് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ കൂപ്പൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10%, 20% അങ്ങനെ ഓരോന്നിനും ഓഫർ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കിട്ടാന്നുള്ളത്. അല്ലെങ്കിൽ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എല്ലാ ടൈപ്പ് ഫുഡിനും നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരു കമ്പനിയുടെ മാത്രമല്ല, നമ്മുടെ കടയിലുള്ള ഒരു 3-4-5 കമ്പനികളുണ്ട്. അതിൻ്റെ എല്ലാത്തിനും ഫുഡ് ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷോപ്പൊക്കെ കാണിക്കും. അപ്പോൾ പിന്നെ പ്രത്യേകം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ അഡോപ്ഷന് വേണ്ടിയിട്ട് ആരും നമ്മളെ വിളിക്കണ്ട കേട്ടോ. വിളിക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരു സൈബീരിയ ഒരു 4 മാസമുള്ള ഹസ്കി പിന്നെ റോഡ് വീലർ ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വിളിക്കണ്ടെന്ന് പറയുന്നത്. അവരെ വിളിക്കുക, അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ നോക്കി വിളിക്കുക, കൊണ്ടുപോവുക, അത്രേ വേണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഈ കഴിഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ മേടിച്ച ആള് കിട്ടിയിട്ടുള്ള ആള് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ എനിക്കിത് കിട്ടി, ഞാനാണ് ഇപ്രാവശ്യം എനിക്ക് കിട്ടി, താങ്ക്സ് പറഞ്ഞത്. അത് ആള് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ആൾക്കാർക്ക് അതൊന്നുമില്ല, ഒരു ചിന്തയില്ല. നമ്മൾ ഫ്രീ ആയിട്ട് സാധനം കൊടുത്തില്ല, ഒരു നന്ദി വാക്ക് പോലും പറയുന്നില്ല. അപ്പോൾ മാക്സിമം ആൾക്കാർ ശ്രദ്ധിക്കുക. നമുക്ക് ആ നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളത്. നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ഉപകാരം ചെയ്യുമ്പോൾ അതിന് നാളെ നമുക്ക് ഇത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരണ്ട. ഒരു ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കൊണ്ടുപോയി ആള് പറഞ്ഞാൽ പോരെ, താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. അതായത് എനിക്കെന്നല്ല, ആർക്കും എവിടെ പോയില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആർക്കും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ അമർത്തിയോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസകൾ കേട്ടോ. അപ്പോൾ ഓണം അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ. അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.